ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോക വസ്തുക്കൾ ഒന്നും തന്നെ സുഖം തരുന്നില്ല എന്ന് അറിഞ്ഞാലും ചിലർക്ക് ഇവയെ വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിൽ തന്നെ സുഖത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. എളുപ്പം സുഖം കിട്ടുന്നത് വിഷയങ്ങളിൽ കൂടിയുള്ള സുഖമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ദുഃഖം ഒളിഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുന്നുമില്ല. സത്യാവസ്ഥ അറിഞ്ഞാലും മനുഷ്യൻ ആ സത്യത്തിൻ്റെ പുറകെ പോകുന്നതിനു പകരം എളുപ്പമായി എവിടെ നിന്ന് കിട്ടുമോ അതിനെ സ്വീകരിക്കുന്നു. അതാണ് നദി മലയിൽ നിന്നും ഉത്ഭവിച്ച് അത് എളുപ്പമായ വഴി നോക്കി ഒഴുകി ഒഴുകി വളഞ്ഞു പോകുന്നു. എത്തിച്ചേരാൻ താമസമാണ് അപ്പോൾ ഉണ്ടാകുന്നത്. നാം നമ്മുടെ ജീവിതത്തിലും അപ്രകാരമാണ്. എളുപ്പമായ വഴി നോക്കി പോയാൽ നാം വളഞ്ഞ സഞ്ചരിക്കേണ്ടതായി വരുന്നു. സത്യമെന്താണെന്നറിഞ്ഞിട്ടുകൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. നേടുന്നു സന്തോഷം ഏവരും എപ്പോഴും, തേടുന്നു സന്താപമേവരും തുല്യമായി. ഇതാണ് വാസ്തവം. നമ്മൾ സന്തോഷം തേടാൻ പോകുന്നു, നമുക്ക് ലഭിക്കുന്നത് സന്താപമാണ്. ഇതറിഞ്ഞാലും സത്യമെന്തെന്നറിഞ്ഞിട്ടുകൂടി നാം, സത്യം എന്താണ് എന്ന് അറിഞ്ഞിട്ടുകൂടി ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. ചെയ്യുന്നതൊക്കെ ബുദ്ധിഹീനമായ പ്രവൃത്തിയാണ്. സത്യം എന്താണെന്നറിഞ്ഞാലും അസത്യമായ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. ബുദ്ധിമോശം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതാണ് ഈ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വിചിത്രമായ കാഴ്ചകൾ. സത്യമെന്താണെന്നറിഞ്ഞിട്ടുകൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. തേടുന്നു സന്തോഷമേവരും എപ്പോഴും. എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എല്ലാ സമയത്തും എപ്പോഴും ഓരോ മനുഷ്യനും തേടിക്കൊണ്ടിരിക്കുന്നത് സന്തോഷമാണെങ്കിലും നേടുന്നു സന്താപം ഏവരും തുല്യമായി. നേടുന്നത് എന്താ? തേടുന്നത് സന്തോഷമാണെങ്കിൽ നേടുന്നത് സന്താപമാണ്. സന്തോഷം തേടിപ്പോയി അവസാനം സന്താപത്തിൽ കലാശിക്കുന്നു ജീവിതം. ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ നോക്കിയാൽ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതുപോലെ നമ്മുടെ ശരീരത്തിൽ ഈ വളങ്കടി എന്നൊക്കെ പറയുന്ന കാലിൻ്റെ അതായത് വിരലുകൾക്കിടയിലും ആ പാദത്തിൻ്റെ ഉപ്പുകുറ്റിയുടെ അടിഭാഗത്തുമൊക്കെ ഒരു മഴക്കാലത്ത് ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടും. അണുബാധയാണത്, ഫംഗസാണ്. അപ്പോൾ ആ അണുബാധ വരുമ്പോൾ നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടും. ചൊറി അസഹ്യമാകുമ്പോൾ മാന്താൻ തുടങ്ങും. മാന്തുമ്പോൾ നല്ല സുഖം അനുഭവപ്പെടുന്നു. ആ സുഖം, ചൊറിയുന്ന ദുഃഖത്തിൽ നിന്നും മോചനം നേടാൻ മാന്തൽ എന്ന ആ പ്രക്രിയ ചെയ്യുമ്പോൾ അത് അത്യധികം സുഖമായി തോന്നുന്നു. എത്ര കണ്ട് നാം മാന്തുന്നുവോ അത്ര കണ്ട് സുഖം വർദ്ധിക്കുകയും ചെയ്യുന്നു, പരമസുഖമായി. പക്ഷേ അതിൻ്റെ അന്തിമം എന്തായിരിക്കും? എല്ലാവർക്കും ഇത് വന്നവർക്കൊക്കെ അനുഭവമാണ്. പിന്നീട് ചൊറി മാറുമ്പോഴേക്കും കാലിൻ്റെ വിരലുകൾക്കിടയിൽ മുറിവ് വരികയും അവിടെ തണർത്ത് അവിടെ വീങ്ങി നീര് വന്ന് അസഹ്യമായ വേദനയാണ് പിന്നെ അനുഭവമാകുന്നത്. അല്പമായ സുഖത്തിന് വേണ്ടി നാം ചൊറിയുന്നു. ആ ചൊറിച്ചിലാണ് ഇന്ന് ഇന്ദ്രിയ വിഷയങ്ങളിൽ കൂടി കിട്ടുന്ന സുഖങ്ങളെല്ലാം തന്നെ. ചൊറിച്ചിൽ വരുമ്പോൾ മാന്തുമ്പോഴുണ്ടാവുന്ന സുഖമാണ് വിഷയസുഖങ്ങൾ എല്ലാം. അതിൻ്റെ അനന്തരഫലമോ
ഇരട്ടി ദുഃഖമാണ് അനുഭവമാകുന്നത്. ഇതറിഞ്ഞാലും മാന്താതിരിക്കാൻ വയ്യ. ഇത് മാന്തിക്കഴിഞ്ഞാൽ കാലിൽ വ്രണമുണ്ടാകും, വേദനയാകും, മുറി ഉടങ്ങാൻ താമസം വരും, പഴുക്കും എന്നെല്ലാം അറിയാം. എങ്കിലും അത് മാന്തിക്കൊണ്ടേയിരിക്കുന്നു. മാന്താതിരിക്കാൻ വയ്യ, ചൊറിയാതിരിക്കാൻ നമുക്ക് വയ്യ. ഇതേപോലെയാണ് സത്യം എന്താണെന്നറിഞ്ഞിട്ടു കൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. നാം മാന്തുന്നത് ബുദ്ധിമോശം കൊണ്ടല്ലേ? എല്ലാ സമയത്തും ആ ബുദ്ധിമോശമാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അതിൽ നിന്ന് നിവൃത്തി കിട്ടാൻ ആത്മവിദ്യ നാം അഭ്യസിച്ചേ പറ്റൂ. ഈ വിദ്യ അധികം പേർക്കും അറിയുകയില്ല. ആത്മവിദ്യ ഉണ്ടായാൽ തരതി ശോകം ആത്മവിദ്. ശോകത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചിതരാവണമെങ്കിൽ ആത്മാവിനെ സംബന്ധിച്ച അറിവ് നേടൂ. എന്താണ് ആത്മാവ്? ആരാണ് ആത്മാവ്? എവിടെയാണ് ആത്മാവ്? എന്താണതിൻ്റെ സ്വഭാവം എന്ന ആത്മാവിനെ കുറിച്ച് അറിവ് നേടൂ. ആ അറിവ് എത്തിച്ചേരുന്നത് തന്നിലേക്കാണ്. അതിൽ നിന്ന് വേറെയല്ല താനെന്ന പരമസത്യം നമുക്ക് ബോധ്യമാകും. എന്നാൽ സത്യം ഇങ്ങനെയിരിക്കെ നമ്മൾ സത്യം എന്താണെന്നറിഞ്ഞിട്ടുകൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. ബുദ്ധിമോശം തന്നെ ചെയ്യണത്. തേടുന്നു സന്തോഷം ഏവരും എപ്പോഴും. എല്ലാ സമയത്തും എല്ലാവരും തേടുന്നു സന്തോഷം. എന്നാൽ തേടുന്നു സന്താപമേവരും തുല്യമായി. എന്നാൽ എല്ലാവരും നേടുന്നത് എന്താ? സന്താപമാണ്. തേടുന്നത് സന്തോഷമാണെങ്കിൽ നേടുന്നത് സന്താപമാണ്. ഇത് നേടാതിരിക്കണമെങ്കിൽ നമ്മൾ ആത്മവിദ്യ അഭ്യസിക്കുക തന്നെ വേണം. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മളെപ്പോഴും മറക്കാതെ മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. സത്യം എന്താണെന്നറിഞ്ഞിട്ടുകൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. തേടുന്നു സന്തോഷമേവരും എപ്പോഴും, നേടുന്നു സന്താപമേവരും തുല്യമായി.